RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അർജന്റീനയുടെ മാലാഗയെ കുറിച്ചാണ്. അതെ, അർജന്റീന മാലാഗ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന കാര്യം തന്നെ. ഏഞ്ചൽ ഡി മറിയെ കുറിച്ചാണ്. ഏഞ്ചൽ ഡി മറിയ യൂറോപ്പിലെ കുറേ ക്ലബ്ബുകൾക്ക് വേണ്ടി കൂട്ടണിഞ്ഞ് അവസാനം റൊസാരിയോ സെന്ററിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ് ഈ റൊസാരിയോ സെന്റർ എന്ന് പറഞ്ഞാൽ? അർജന്റീനയുടെ ഡി മറിയ കുട്ടിക്കാലത്ത് കളിച്ച് വളർന്ന ക്ലബ്ബാണ് റൊസാരിയോ സെന്റർ. റൊസാരിയോ സെന്ററിൽ നിന്നാണ് ആശാന് കളി തുടങ്ങിയത്. കളി തുടങ്ങിയ ശേഷം കുറേ ക്ലബ്ബുകൾ, അതും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് അവസാനം തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 സീസൺ മുമ്പായിരുന്നു ഇതിന്റെ റൂമറുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 2 സീസണിൽ ഫ്രീ ഏജന്റ് ആയിട്ട് അർജന്റീനയിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടു. ആ സമയത്ത് കുറച്ച് ഡി മറിയയുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് കുറച്ച് റൊസാരിയോ സെന്ററായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അധികം ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ, റൊസാരിയോ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെയും ഡി മറിയുടെ ഒക്കെ ജന്മദേശമാണ്. അവിടെ മയക്കുമരുന്നും അതേപോലെ ഗുണ്ടാ വിളയാട്ടങ്ങളും കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏകദേശം അവിടെ അത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിലോട്ട് ഡി മറിയ തിരിച്ചു വരികയാണെങ്കിൽ ഡി മറിയന്റെ സിസ്റ്റർക്കെതിരെ വധഭീഷണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഡി മറിയ അവസാനം അതിൽ നിന്ന് പിൻവാങ്ങായിരുന്നു. അത് കുറെ കാരണങ്ങളൊക്കെ അതിന്റെ പിന്നാലെ പറയുന്നുണ്ട്, കുറെ ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റൂമേഴ്സുകൾ ഒരുപാട് ഉണ്ടായിട്ടും അവസാനം കളി അവസാനിക്കാൻ പോവുകയാണ് ആള്. അപ്പോൾ ഇനി കുറച്ചു കാലം അർജന്റീനയുടെ ഒരു ക്ലബിൽ കളിക്കാൻ അവസാനമായിട്ട് അവിടെ നിന്ന് ബൂട്ടടിക്കാനാണ് ഡി മറിയ തീരുമാനിച്ചിരിക്കുന്നത്. 2007 റൊസാരിയോ സെന്ററിൽ നിന്ന് ഡി മറിയ ബെൻഫിക്കയിലേക്ക് കൂടുമാറുന്നത്. ബെൻഫിക്കയിൽ 8 മില്യൺ, അന്നത്തെ കാലത്ത് 8 മില്യൺ യൂറോ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. അങ്ങനെ ആ ഒരു തുകയ്ക്കാണ് ബെൻഫിക്ക സൈൻ ചെയ്യുന്നത്. 2007 മുതൽ 2010 വരെ ബെൻഫിക്കയിൽ കളിച്ച് ആ കളിക്കുന്ന സമയത്ത് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന്റെ റഡാറിൽ ഡി മറിയ പെടുകയാണ്. അങ്ങനെ 2010 33 മില്യൺ എന്ന റെക്കോർഡ് തുകയ്ക്ക് റയൽ മാഡ്രിഡ് ഡി മറിയെ സൈൻ ചെയ്യുകയാണ്. ആ സമയത്ത് റയൽ മാഡ്രിഡിൽ ഒരുപാട് ധാരാളമായി റൊണാൾഡോ മുതൽ എല്ലാ ടീം പ്രഗത്ഭരായ കളിക്കാരുള്ള സമയത്താണ് ഏഞ്ചൽ ഡി മറിയ റയൽ മാഡ്രിഡിലേക്ക് വരുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡിൽ കുറച്ചു കാലം കഴിച്ച് 2014 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൊന്നും വിലയ്ക്ക് 63 മില്യൺ യൂറോയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരൊറ്റ സീസൺ കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനിപ്പിച്ച് 65 മില്യൺ യൂറോയിൽ നിന്ന് 73 മില്യണിലേക്ക് ഡി മറിയ PSG കയറാണ്. PSG കുറെ കാലം കളിക്കുന്നു. അവിടെ നിന്ന് അതിനിടയിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് നേടി, അതേപോലെ കുറെ ലാലിഗ കിരീടങ്ങൾ നേടി, കുറെ ട്രോഫികൾ നേടി. അതേപോലെ PSG വന്നു, PSG കുറെ കിരീടങ്ങൾ നേടി. അതിനുശേഷം PSG നിന്ന് ഫ്രീ ഏജന്റ് ആയിട്ട് ജുവന്റസിലോട്ട് പോകുന്നു. ജുവന്റസിൽ കുറച്ചു കാലം കളിക്കുന്നു. അതിനുശേഷം ബെൻഫിക്കയിലോട്ട് വീണ്ടും വന്ന് ബെൻഫിക്കയിൽ തുടങ്ങിയത് ബെൻഫിക്കയിലാണ്. ഏത് റൊസാരിയോ സെന്ററിൽ നിന്ന് ബെൻഫിക്കയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബെൻഫിക്കയിൽ വന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് ബാഴ്സയിലേക്ക് ഒരു റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ബാഴ്സയിലേക്ക് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, റയൽ മാഡ്രിഡിൽ കളിക്കുന്ന സമയത്ത് ബാഴ്സയ്ക്കെതിരെ കുറെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഈ ചങ്ങായി. കാരണം എന്താന്ന് പറഞ്ഞാൽ, അവിടെ ഓപ്പോസിറ്റ് മെസ്സി ഉണ്ടോ ഇനിയിപ്പോ മറഡോണ ഉണ്ടോ അങ്ങനെയൊന്നും അല്ല വിഷയം. എൽ ക്ലാസിക്കോ വരുമ്പോൾ റയൽ മാഡ്രിഡും ബദ്ധവൈരികളായ ബാഴ്സലോണ, ഇവര് 2 ടീമാണ്. അത് ഇനിയിപ്പോ ആരെന്നെ കളിച്ചാലും അത് യുദ്ധം തന്നെയാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതില് ഡി മറിയനെ കുറ്റം പറയുന്നത്. പക്ഷെ ബാഴ്സ ആരാധകർക്ക് ഡി മറിയനെ അത്രത്തോളം പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോ ബെൻഫിക്കയിലോട്ട് തിരിച്ചു വന്നു. ബെൻഫിക്കയിൽ ഈ അവസാന ആയിട്ട് റൊസാരിയോ സെന്ററിലോട്ട് തന്നെ തിരിച്ചു വരും. റൊസാരിയോ സെന്ററിൽ 2 വർഷം മുമ്പ് വരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് അവിടെ വരാൻ പറ്റിയില്ല. എനിക്ക് ഡി മറിയനെ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് 2014 വേൾഡ് കപ്പാണ് ഓർമ്മ വരിക. 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ഡി മറിയ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ അർജന്റീന ആരാധകരും ആൾ ഫുൾ ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അർജന്റീനയുടെ 3ാം കിരീടം അന്ന് തന്നെ മെസ്സിക്ക് സ്വന്തമാക്കേണ്ടി വന്നിരുന്നു. അത്രയും നല്ല കളിയാണ്. പക്ഷെ ഏഞ്ചൽ ഡി മറിയ എന്നൊരു പോരാളിയുടെ ഒരു ആ കളിക്കാരന്റെ ഒരു കുറവാക്കും മൈതാനത്തുണ്ടായിരുന്നു. നമ്മൾ കുറച്ചു കാലം മുമ്പ് റിക്കൽമി ആയിരുന്നു ഒരു കളി മെനയാനുള്ള ഇത്. അതേപോലെ അതിനുശേഷം ഡി മറിയാണ്. ഡി മറിയയ്ക്ക് ശേഷം ഇപ്പോ അർജന്റീനൻ ജേഴ്സിയിൽ അതേപോലെ ഒരു പ്രതിഭയെ ഇതുവരെ ഡി മറിയ വിരമിച്ച ശേഷം ഒരാൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ 2026 വേൾഡ് കപ്പിന് വരെയെങ്കിലും അർജന്റീനയുടെ ജേഴ്സിയിൽ തുടരാമായിരുന്നു. എനിക്ക് ബെൻഫിക്കയുടെ ലാസ്റ്റ് കളി കണ്ടപ്പോൾ, ആള് യൂറോപ്പിൽ നിന്ന് ബൂട്ടഴിയുന്ന ബെൻഫിക്ക ചെൽസിയോട് പരാജയപ്പെട്ടിട്ടാണ് ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ എനിക്ക് ആ കളി കണ്ടപ്പോൾ ഡി മറിയ ഒരു 2026 വേൾഡ് കപ്പ് വരെയെങ്കിലും കളിച്ചാൽ മതി എന്ന ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ 2014 വേൾഡ് കപ്പും 18 വേൾഡ് കപ്പും അതേപോലെ കോപ്പ അമേരിക്കയും 22 ചാമ്പ്യൻ അർജന്റീന ചാമ്പ്യന്മാരായ വേൾഡ് കപ്പ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാള് ആ ജേഴ്സിയോട് അത്രമാത്രം ആത്മാർത്ഥതയുള്ളൊരു കളിക്കാരനാണ്. ചങ്ങായി ശ്രദ്ധിച്ചാൽ മതി, ആളിടുന്ന ഓരോ ജേഴ്സിയും
ഇപ്പൊ ബെൻഫിക്ക അവസാന മത്സരത്തിൽ ക്ലബ് കപ്പ് പുറത്തായി. ആള് കരഞ്ഞ് വിതിമ്പി കരഞ്ഞുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിലേക്ക് ഗ്രൗണ്ട് വിട്ടു പോകുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. പെട്ടെന്ന് കരച്ചിൽ വരും, സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ പെട്ടെന്ന് കരച്ചു വരും. അത് പിടിച്ചെടുത്താനുള്ള കഴിവില്ല. നമ്മൾ കുറെ കളികൾ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ഇപ്പോൾ ഫ്രാൻസിനെതിരെയുള്ള 2022 വേൾഡ് കപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരായി 2 ഗോളിന് മുന്നിൽ നിന്നിട്ട് ഏഞ്ചൽ ഡി മറിയനെ 70 മിനിറ്റോളം കളിപ്പിച്ചിട്ട് അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുവരെ നിഴലിൽ പോലും ഉണ്ടാവാതിരുന്ന ഫ്രാൻസ് കളിയിലോട് തിരിച്ചു വരികയാണ്. 2 ഗോൾ തിരിച്ചടിക്കുന്നു. പിന്നെ എക്സ്ട്രാ ടൈമിൽ 3-3, പിന്നെ പെനാൾട്ടിയിലൂടെ ജയിക്കുന്നത്. അപ്പോഴൊക്കെ റെക്കോർഡിൽ ബെഞ്ചിൽ ഇരുന്നൊരു ചങ്ങായി ഇങ്ങനെ വിതുമ്പി ഇങ്ങനെ കണ്ണൊക്കെ ഈ ജേഴ്സിയുടെ ഓവർകോട്ട് കൊണ്ട് മുഖമൊക്കെ മൂടി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ ആ കണ്ണീരുണ്ടല്ലോ, ആനന്ദ കണ്ണീര്. അതേപോലെ എനിക്ക് പിന്നെ ഓർമ്മ വന്ന് കോപ്പ അമേരിക്ക അർജന്റീനയിൽ വെച്ച് നടക്കുന്ന ഒരു കോപ്പ അമേരിക്ക. അപ്പോൾ കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇത് ബ്രസീലിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ബ്രസീലിൽ അത്യാവശ്യം കുറച്ച് കാണികളൊക്കെ ആയിട്ട് ബ്രസീലായിട്ട് ഫൈനല് മരക്കാനയിൽ. ആ ഫൈനലിൽ എൻഡേഴ്സന്റെ മുകളിലൂടെ ഡീപ്പോട് കൊടുത്ത അസിസ്റ്റിൽ എൻഡേഴ്സന്റെ മുകളിലൂടെ ഒരു ചിപ്പ് ചെയ്തിട്ട് വരുന്ന ഗോളുണ്ട്. ഇപ്പോഴും കണ്ണൊന്നും മറക്കാൻ പറ്റില്ല ആ ഗോളുകളെ. എന്നിട്ട് ആ ഒരു ഹാർട്ടിനും പിടിച്ചിട്ട് ഒരു പോക്കുണ്ട് ചങ്ങായി. ആ ഒരു സൈഡ് ലൈൻ ഫ്ലാഗിലേക്ക് പുറത്തേക്കിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് കരയാണ്. അതുകൊണ്ടാണ് അർജന്റീന ആരാധകരുടെ നെഞ്ചിൽ ഇപ്പോഴും ഡി മറിയ അങ്ങനെ ഒരു ഇതായിട്ട് വികാരമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയുടെ ഏറ്റവും ആരാധന പത്രം എന്ന് പറയാനുള്ളത് ഡി മറിയാണ്. അത് എല്ലാവർക്കും ഒരു നിരാശയുണ്ട്. ഈ വേൾഡ് കപ്പ് 2026 കളിക്കാൻ പറ്റാത്തതിലുള്ള ഒരു നിരാശയുണ്ട്. ഇപ്പൊ ഗോൺസാലസ് അങ്ങനെ കുറെ പ്ലേയേഴ്സ്, സിമിയോണി അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഡി മറിയ മാത്രമാണ്. എനിക്ക് ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഏറ്റവും സുന്ദരമായ ഗോളുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈനലില് ഡി മറിയ മെസ്സിയിലൂടെ മാക്കാലിസ്റ്ററിന്റെ സുന്ദരമായ അസിസ്റ്റിലൂടെ ഫ്രാൻസിന്റെ ഗോൾ കീപ്പറിനെ കബളിച്ചുകൊണ്ട് ചിപ്പ് ചെയ്തിട്ട് ഗോൾ അടിക്കുന്നുണ്ട്. മോനെ എന്താണ് പറയാ, ആ ഒരു വീഡിയോ ഗെയിം കണക്കെ ആ ബോൾ ടച്ച് 1 by 1 ടച്ചിലൂടെ അങ്ങനെ എത്തിയിട്ട് ആ ഒരു അസിസ്റ്റ്, സുന്ദരമായ ഒരു അസിസ്റ്റ്, വേറെ ഒന്നും പറയാനില്ല. അത്ര സുന്ദരമായ ഒരു ഗോളായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ചങ്ങായിന് ഇത്രയും ഇഷ്ടം. ഇപ്പോൾ റയൽ മാഡ്രിഡിലായിക്കോട്ടെ, ഇങ്ങനെ ഇപ്പോൾ PSG വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആ ക്ലബിൽ നിന്ന് വിട വാങ്ങുമ്പോഴും അതേപോലെ ഓരോ മത്സരങ്ങൾ തോക്കുമ്പോഴും അങ്ങനെ കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മത്സരങ്ങൾ ജയിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട്, അതെന്ന് പറഞ്ഞാൽ അത്ര ഇമോഷണലി ആ ഒരു ജേഴ്സിക്ക് വേണ്ടിയിട്ട് ആ ഇടുന്ന ബാഡ്ജ്, നെഞ്ഞത്തുള്ള ഏതാണ് ബാഡ്ജ് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഒരു പോരാടുന്ന അത്രയും വൈകാരികമായിട്ട് കാണുന്ന ഒരു ചങ്ങായിയാണ്. വെറുതെ അല്ല ഈ ചങ്ങായിയെ മാലാഖ എന്ന് വിളിക്കുന്നത്. ശരിക്കും ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് രാജാവാണെങ്കിൽ ഡി മറിയ അത് മാലാഖ തന്നെയാണ്. ചങ്ങായി കളിച്ചിട്ടുള്ള ക്ലബുകളും അതിനുവേണ്ടി നേടിയ ഗോളുകളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. യൂറോപ്പിൽ തന്നെ വൻപന്മാരായ 5 ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ട് റൊസാരിയോ സെന്ററിൽ കളിച്ചിട്ട് 39 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 2 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതേപോലെ ബെൻഫിക്കയിൽ വന്നിട്ട് 124 മത്സരങ്ങൾ കളിച്ച് 15 ഗോളും 28 അസിസ്റ്റും നേടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിന് വേണ്ടി 190 മത്സരങ്ങൾ കളിച്ചിട്ട് 36 ഗോളും 85 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നു 32 മത്സരങ്ങൾ. അവിടെയാണ് ആൾക്ക് കുറച്ച് ഒന്ന് പഴിച്ചിട്ടുണ്ടായിരുന്നു. 4 ഗോളും 11 അസിസ്റ്റും. അവിടെ കോച്ചുമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും ഈ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ PSG ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നത്. 295 മത്സരങ്ങളിൽ നിന്ന് 92 ഗോളും 120 അസിസ്റ്റും. ആളുടെ കരിയർ ഒരു ഭാഗം അവിടെ തന്നെയാണ് ചെലവഴിച്ചത്. അതിനുശേഷം ജുവന്റസിൽ ഫ്രീ ഏജന്റ് ആയിട്ട് പോകുന്നു. 40 കളികളിൽ നിന്ന് 8 ഗോളും 7 അസിസ്റ്റും ചെയ്യുന്നു. അതിനുശേഷം ബെൻഫിക്കയിൽ തിരിച്ചു വരും. 92 മത്സരങ്ങളിൽ നിന്ന് 36 ഗോളും 25 അസിസ്റ്റും. ഇനി വീണ്ടും റൊസാരിയോ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ചങ്ങായി അടിച്ചിട്ടുള്ളത് 145 മത്സരങ്ങൾ കളിച്ചപ്പോൾ 31 ഗോളുകളും 32 അസിസ്റ്റും നേടിയിട്ടുണ്ട്. മെസ്സിയുടെ കൂടെ ഇത് ഒളിമ്പിക്സ് മെഡലിൽ മുത്തമിട്ടിട്ടാണ് തുടങ്ങിയത്. അതേപോലെ അവസാനിപ്പിക്കുന്നത് മെസ്സിയുടെ കൂടെ വേൾഡ് കപ്പ് നേടിയിട്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഒരു പ്ലെയറിന്? കിട്ടാവുന്ന ട്രോഫികളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട് ഓരോ ലീഗുകളിലും പോയിട്ട്. അപ്പോ ചങ്ങായി നേടിയ ട്രോഫികളിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് വേണ്ടി 2022 വേൾഡ് കപ്പ് നേടി. 24ലും 21ലും കോപ്പ അമേരിക്ക നേടി അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട്. അതേപോലെ റയൽ മാഡ്രിഡിന് വേണ്ടി 2013-14 സീസൺ ചാമ്പ്യൻസ് ലീഗ് നേടി. യുഎഫ സൂപ്പർ കപ്പ്. അതേപോലെ പാരീസിന് വേണ്ടിയിട്ട് 6ഓളം ലീഗ് കിരീടങ്ങൾ. റയൽ മാഡ്രിഡിന് വേണ്ടി സ്പാനിഷ് ലീഗ് കിരീടം നേടിയിട്ടുണ്ട്. പിന്നെ അർജന്റീനയ്ക്ക് വേണ്ടി കോമബോളിന്റെ
ചാമ്പ്യൻസ് കപ്പ് അത് നേടിയിട്ടുണ്ട്. അതേപോലെ സൂപ്പർ കപ്പ് വിന്നേഴ്സ് 2 പ്രാവശ്യമായിട്ടുണ്ട്. സ്പാനിഷ് സൂപ്പർ കപ്പ് 1 പ്രാവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ട്രോഫികൾ. ഫ്രഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട്, ഒളിമ്പിക്സ് മെഡൽ ഉണ്ട്, ഫുട്ബോളർ ഓഫ് ദി ഇയർ കിട്ടിയിട്ടുണ്ട് 2011 ടോപ്പ് സ്കോറർ 11 അങ്ങനെ ഒരുപാട് ട്രോഫികൾ ബെൻഫിക്കയ്ക്ക് വേണ്ടി ബെൻഫിക്ക കപ്പ് എടുത്തിട്ടുണ്ട്. അണ്ടർ-20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ്. അങ്ങനെ എണ്ണി പറയാൻ ഇനി ഒരുപാട്. റയൽ മഡ്രിഡിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ചാമ്പ്യൻ കപ്പ് നേടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ചങ്ങായി അർജന്റീനയ്ക്ക് ഒരു മാലാഖ തന്നെയല്ലേ. അപ്പൊ മാലാഖയുടെ വിടവാങ്ങല് ഇതുവരെയ്ക്കും അർജന്റീനയ്ക്ക് അങ്ങനെ ഒരു താരത്തെ അർജന്റീന ജേഴ്സിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വിടവാങ്ങിയ ശേഷം. എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ ആയിപ്പോയില്ല ഡിമറിയ നിങ്ങളുടെ വിടവാങ്ങൽ. എനിക്കിപ്പോ അവസാനം ഈ ക്ലബ് വേൾഡ് കപ്പ് ഡിമറിയയുടെ ബെൻഫിക്കയ്ക്ക് വേണ്ടിയുള്ള പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എന്തിനാ ചങ്ങായി നിങ്ങൾ ഇത്ര പെട്ടെന്ന് വിരമിച്ചത്? നിങ്ങൾക്ക് ഒരു 2020 ഒരു കുറഞ്ഞത് 2026 വേൾഡ് കപ്പ് വരെയെങ്കിലും നിങ്ങൾ കളിക്കായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ കൂടെയൊക്കെ ഇനി ഞങ്ങൾക്ക് ആ ജേഴ്സിയിൽ കാണാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു സങ്കടം അർജന്റീന ആരാധകർക്ക് എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇനിയിപ്പം റൊസാരിയോ സെന്ററിലാണ് ആളിന്റെ ബാക്കിയുള്ള ജീവിതം ജീവിച്ചു പോകുന്നത്. കുറെ ഇന്റർ മിയാമിയിലൊക്കെ മെസ്സിക്ക് കൂടെ കളിക്കാൻ വരുന്നു. പക്ഷെ ആൾക്ക് ആളുടേതായ കുറച്ച് ഇതുണ്ട്, അത് ആ വഴിക്ക് തന്നെ പോകും. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും.